ഹലോ, അദ്വിക് ടി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കൽക്കത്ത എത്തിയിരിക്കുകയാണ്. കൽക്കത്ത പോവാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൽക്കത്തയിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കൽക്കത്ത ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൽക്കത്ത കണ്ടിട്ട് ആകെ നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. മുന്നിൽ ഹൗറ ബ്രിഡ്ജ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജ് കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഇവിടെ പോകാനുള്ള ജുഗാട് നോക്കുകയാണ്, എന്തെങ്ങനെയാണ് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു അംബാസഡറുള്ള ടാക്സി നല്ല മഞ്ഞ കളറ് അംബാസഡർ രാജകീയം തന്നെയാണ്. അപ്പോൾ നമ്മൾ രാജകീയ ആവട്ടെ എന്ന് കരുതിയിട്ട് അംബാസഡറിൽ തന്നെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മുഖത്തിൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ? ഞങ്ങൾ അംബാസഡർ കാറിൽ കയറിയിരുന്നു. നല്ല സൂപ്പറായിട്ട് അതിൽ ഇരിക്കുമ്പോൾ അതെ രാജാവ് തന്നെയാണ്, വണ്ടികളുടെ രാജാവ് തന്നെ കേട്ടോ അംബാസഡർ. അപ്പം നമ്മൾ അതിൽ കയറി. മോഡല് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ മോഡല് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗറ ബ്രിഡ്ജിൽ നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് കൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹൗറ ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ പിന്നെ പോകുമ്പോൾ അങ്ങനെ കാണിക്കുന്നതായിരിക്കും. വലിയ ബ്രിഡ്ജാണ്, സൈഡിൽ കൂടെ നടക്കാനുള്ള പാതയൊക്കെ ഉണ്ടതാ. സെറ്റാണ്, വലിയ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളൊക്കെ പോകുന്നുണ്ട്. അത് ശരിക്കും ഫോണിൽ കിട്ടിയില്ല. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ഡെസ്റ്റിനേഷൻ എവിടെയാണോ എത്തേണ്ടത് അവിടേക്കുള്ള ഒരു ധൃതിയിലാണ്. ബാക്കി ഇവിടെ 2-3-4 കൊല്ലം, ഇനി 3 കൊല്ലം ഇവിടെ ഉണ്ട്, 3-3.5 കൊല്ലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാമല്ലോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താനുള്ള ധൃതിയിൽ ഓടുകയാണ് നമ്മൾ. അപ്പോൾ വന്നിറങ്ങി നമ്മൾ ഈ ഹൗറ ബ്രിഡ്ജ് വലിയ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ വണ്ടി ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എത്തിയിട്ട് വേണമെന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ടൊന്ന് കിടക്കാണ്. അപ്പോൾ നമ്മൾ അംബാസഡറിൽ ഇങ്ങനെ ആസ്വദിച്ച് എന്താ പറയുക യാത്ര ചെയ്യണം. പിന്നെ ഈ കാണുന്നുണ്ട് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോകണം. ഇനി കൽക്കത്തയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ 12 നിലയുള്ള കെട്ടിടങ്ങളാണ്. 12 നില, അതിൽ കൂടുതൽ നിലകളുള്ള ഇങ്ങനെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനിയിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു റൂം ഉണ്ടാവും, നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, എനിവേ എല്ലാവർക്കും പിന്നെ കാണാം.